കഴിഞ്ഞ ദിവസം നടന്ന എയർ ഇന്ത്യയുടെ പ്ലെയിൻ ക്രാഷ് അത് വലിയൊരു ദുരന്തമായിരുന്നു. ആൻഡ് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും അതിനെക്കുറിച്ച് പല ന്യൂസ് വന്നുകൊണ്ടിരിക്കുവാണ്. നമുക്കെല്ലാം അതൊരു സ്ട്രെസ്സും പേടിയും ഒരു ഒരു വിഷമവും എല്ലാം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. സോ മെയിൻലി നമ്മളതെല്ലാം ചിന്തിക്കുന്നത് നമുക്കാണ് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് നമുക്ക് ആ ഒരു പേടി വരുന്നത്. ഈ ഒരു സംഭവം നടന്നപ്പോൾ ഞാനും ആലോചിച്ചായിരുന്നു, സാധാരണ ഞാൻ ഫ്ലൈറ്റിലൊക്കെ കയറുവാണെങ്കിൽ എൻ്റെ പപ്പ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി എന്ന് പറയുമ്പോഴേക്കും ഞാൻ അറിഞ്ഞായിരുന്നു ഡബിൾ ടിക്ക് ആയത് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരുപാട് പേരൻസ് നമുക്കും ഉണ്ടാവും. അപ്പോൾ അത് ഒരു ദിവസം ഡബിൾ ടിക്ക് ആയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടാണ് നമുക്ക് വിഷമം ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കുറേ പോസ്റ്റുകൾ കണ്ടു. നമ്മളൊരു ടൂറിന് പോകുന്നു, നമ്മളെ ആരൊക്കെയോ വെടിവെച്ച് കൊല്ലുന്നു, നമ്മൾ ഇതേപോലെ ഒരു ഫ്ലൈറ്റ് എടുക്കുന്നു, നമ്മൾ എത്തുന്നില്ല, ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അപകടം സംഭവിക്കുന്നു, കപ്പ് കിട്ടിയത് RCB വിൻ ചെയ്തിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ആഘോഷ ചടങ്ങിനിടയ്ക്ക് മരിച്ചു പോകുന്നു. സോ ഇതെല്ലാം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാവുന്ന ഡെത്തുകളാണ്. അതായത് നമ്മൾ എന്താ പറയുക, സാധാരണ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രായമായി, ഒരു അസുഖമായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമ്പോൾ വരുന്നതും നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ വരുന്ന ഇത്തരം അപകട മരണങ്ങൾ നമ്മളെ വല്ലാതെ പിടിച്ചൊന്ന് ഒലയ്ക്കും. അപ്പോൾ ഈ ന്യൂസ് എല്ലാം ഒത്തിരി നമ്മൾ കൺസ്യൂം ചെയ്യുന്തോറും നമുക്കിത് വിഷമം കൂടിക്കൂടി വരും. ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവരെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും, അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത വരും. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത്. ഈ ന്യൂസ് മീഡിയ അതാണ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത 242 പേർക്കും ഓരോ കഥകളുണ്ടാവും. ജീവിച്ച് മരിക്കുന്ന എല്ലാവർക്കും ഓരോ കഥകളുണ്ടാകും. അപ്പോൾ ഈ കഥകൾ പോയി കണ്ടുപിടിച്ച് അതിനെ ഫുള്ളൊരു സീരിയൽ പോലെ അതിനെ ഒരു കണ്ണീർ കഥയാക്കി കാണിച്ച് പിന്നെയും 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 അവരുടെ TRP കൂട്ടാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് ആകും, നമുക്ക് വിഷമാകും. നമ്മൾ നമ്മുടെ വീട്ടുകാരെക്കുറിച്ചും നമ്മളുടെ ബന്ധുക്കളെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് നമുക്ക് പാനിക് ആവാൻ തുടങ്ങും. ആ പഹൽഗാമിൽ മരിച്ച സമയത്ത് ആ ഒരു സ്ത്രീ ഹസ്ബൻഡിൻ്റെ അടുത്ത് അവിടെ ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ വിഷമിച്ചിട്ട് നമ്മൾ നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ജീവച്ഛവമായിട്ട് ഇരിക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ ചത്തിരിക്കുന്ന പോലെയാണ് ഇരിക്കുക. എന്നിട്ട് അതിൻ്റെ കുറേ ഗിബ്ലി പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിലെല്ലാം ഈ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കരയുന്ന കൂട്ടാണ് ആനിമേറ്റഡ് ആയിട്ട് വന്നിരുന്നതെല്ലാം. സോ ഇത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ സോഫ്റ്റ് ഇമോഷൻസിനെ യൂസ് ചെയ്ത് അവരുടെ കച്ചവടം നടത്തുകയാണ്. പക്ഷേ ഇത് നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതോറും നമുക്കൊരു അവലാതി കൂടുക എന്നല്ലാതെ നമുക്ക് അത് വേറെ ഗുണമൊന്നും ചെയ്യില്ല. ശരിയാണ്, അവർ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം, അവരുടെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഈ കഥകൾ മുഴുവൻ കണ്ടുപിടിച്ച് അവരെ മൊത്തം നാട്ടുകാരുടെ മുന്നിൽ ഇട്ടുകൊടുത്ത് അവരുടെ കരച്ചിൽ വിൽക്കുന്നതിനോട് യോജിക്കാൻ തോന്നുന്നില്ല. ആൻഡ് അത് ആൾക്കാർക്കിടയ്ക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആ ഒരു മാനസിക ബുദ്ധിമുട്ടുകളും അത്ര ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഒരാളുടെ ഹസ്ബൻഡുമായിട്ട് ചേരാൻ വേണ്ടി പോയി പറ്റിയില്ല, ഭാര്യ മരിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു പോയി പറ്റിയില്ല, ഹസ്ബൻഡുമായിട്ട് കുഞ്ഞുങ്ങളായിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ എല്ലാവർക്കും കഥകളുണ്ടാവും, അല്ലേ? അപ്പോൾ ആ കഥകൾ നമ്മൾ വീണ്ടും വീണ്ടും കൺസ്യൂം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പുനീത് രാജ്കുമാർ മരിച്ച സമയത്ത് ബാംഗ്ലൂരിൽ മൊത്തവും കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തെല്ലാം ചെന്ന് ആൾക്കാർ ECG എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എല്ലാവർക്കും ഒരു പാനിക്കായി. ഒരു പ്രശ്നമില്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് മരിക്കുന്നു, അപ്പോൾ അത് പാനിക്കായി. ഈ പറഞ്ഞ പോലെ സദാനന്ദൻ്റെ സമയം എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടില്ലേ, ദിലീപിൻ്റെ ക്യാരക്ടർ ഒരു ഫ്രണ്ട് ഇതേപോലെ മരിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു കുട്ടിയെ കാണുമ്പോഴേക്കും പുള്ളിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ ഫാമിലിക്ക് എന്ത് പറ്റുമെന്ന് ആവലാതി കൊണ്ടുകൊണ്ട് ആ സിനിമയുടെ ഫുൾ ഇത് പോകുന്നത് അങ്ങനെയാണ്. സോ നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് എംപതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലേ? അതായത് നമ്മൾ മറ്റുള്ള ഒരാളുടെ സ്ഥാനത്ത് നിന്ന് ആ സിറ്റുവേഷനെ വിലയിരുത്തുന്ന ഒരു കാര്യം. അതാണ് ഈ മീഡിയക്കാർ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ കൺസ്യൂം ചെയ്ത് നിങ്ങളുടെ തന്നെ ഒരു മനസ്സമാധാനം കളയാതിരിക്കുക. ആൻഡ് ചിലപ്പോൾ അതവർ കുറേ എക്സാജറേറ്റ് ചെയ്തും അവതരിപ്പിച്ചെന്നിരിക്കാം. അത് അങ്ങനെ കൺസ്യൂം ചെയ്യാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ, നമ്മുടെ കൺട്രോളിലൊന്നുമില്ല. നമ്മൾ എത്ര പണമുള്ളവരാണെങ്കിലും, എത്ര സ്വാധീനമുള്ളവരാണെങ്കിലും, എത്ര ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മളുടെ കൺട്രോളിലൊന്നും നിൽക്കില്ല. നമ്മൾ ജീവിക്കാനുള്ളതാണെങ്കിൽ ജീവിക്കും, രക്ഷപ്പെടാനുള്ളതാണെങ്കിൽ രക്ഷപ്പെടും. നമുക്ക് ആ കിട്ടുന്നൊരു മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ നമ്മളെ വിലയുള്ള നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക, അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, ആരോടും ദേഷ്യം വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക.
ലിവ് ഇൻ ദ മൊമെൻറ്റ് ആൻഡ് മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഇറ്റ്. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ആൻഡ് അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയണം തോന്നിയത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ലിവ് ഇൻ ദ മൊമെൻറ്റ്, ലിവ് ഹാപ്പിലി. ഇപ്പോൾ ഉള്ള മൊമെൻറ്റ് നമ്മൾ വിഷമമാക്കി, അല്ലെങ്കിൽ നാളെ ഞാനത് ചെയ്യാം, നാളെ ഞാൻ പോയി കാണാം, നാളെ ഇല്ലെങ്കിലോ, അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ മേക്ക് ദാറ്റ് കോൾ, സെൻഡ് ദാറ്റ് മെസ്സേജ്, സേ ദ സോറി, ഡു വാട്ട് യു ഹാവ് ടു ഡു. Don't wait for another tragic incident. That's all about this video. And മീഡിയക്കാർ കുറച്ചുകൂടെ സെൻസേഷണലൈസേഷൻ കുറച്ച് ഒരു ശവത്തെ പിച്ചി ചീന്തുന്ന പോലെ, ഒരു കഴുകനെ പോലെ ആക്ട് ചെയ്യാതെ ബിഹേവ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് TRP കൂടും, പക്ഷേ ഒരു മയത്തിലൊക്കെ ചെയ്യാൻ നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.